ഞാൻ സത്യത്തിൽ ഭഗവാനെ ചെന്ന് കാണുമ്പോൾ പ്രത്യേകമായിട്ട് ഭഗവാനോട് പ്രാർത്ഥനയൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. വർഷങ്ങളായിട്ട് ചെല്ലും, ഭഗവാനെ കാണും, ഭഗവാനുമായിട്ടുള്ള ആകർഷണം കാരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഗ്ലോബൽ ഭജന കഴിഞ്ഞിട്ട് ഞാൻ പുട്ടപർത്തിയിൽ സ്വാമിയുടെ ബർത്ത്ഡേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടാണ് തെലുങ്കിൽ എന്തൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ട് ശിരസിൽ കൈവച്ചത്. എനിക്ക് അന്നും അത് മനസ്സിലായിട്ടില്ല, ഇന്നും അത് മനസ്സിലായില്ല. കാര്യം ഭഗവാൻ തെലുങ്കിലാണ് സംസാരിച്ചത്. പിന്നീട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് പറവൂർ കവലയ്ക്ക് തന്നെ ചിപ്സ് കടയായിരുന്നു. കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. അതിൽ ചേട്ടാനുജന്മാരായിട്ടുള്ള ചേലക്കരയുള്ള ഒരു ശശിയും പുള്ളിയുടെ അനിയൻ അരവിന്ദാക്ഷനും ഉണ്ട്. ഈ അരവിന്ദാക്ഷൻ്റെ കഥ പറയുകയാണെങ്കിൽ ഈ ശശി എൻ്റെ കടയിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മയ്ക്ക് ഒരു ബ്ലഡ് ക്യാൻസർ വന്നിട്ട് മരിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ചേലക്കര ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മമ്മയാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ ഇവർക്ക് മക്കൾക്ക് അമ്മയില്ലല്ലോ, അപ്പോൾ ഈ അരവിന്ദാക്ഷനെയും കൂടിയും കൊണ്ടുപോകണം, അവനും എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചേലക്കരയിൽ നിന്ന് ഞാൻ അവനെ കൊണ്ടുവന്നതാണ്. അന്ന് അവനെ കടയിൽ നിർത്താനായിട്ടുള്ളൊരു പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് കുറച്ച് നാൾ നിർത്തിയിരുന്നത്. പിന്നീട് അവനൊരു പ്രായപൂർത്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കടയിൽ പണിയെടുക്കാനൊക്കെ തുടങ്ങി. ഒരു ഓണ സീസൺ വന്ന സമയത്ത് ചിപ്സുകളൊക്കെ ഒരുപാട് ഓർഡർ ഉള്ളതാണ്. അപ്പോൾ വീട്ടിലും കടയിലും ചിപ്സിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പണി നടക്കുന്ന സമയത്ത് ചേട്ടനാണ് വീട്ടിൽ പണിതുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ അനീഫ എന്ന് പറഞ്ഞ ഒരാളാണ് കടയിൽ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഈ അരവിന്ദാക്ഷൻ അപ്രതീക്ഷിതമായിട്ട് കടയിൽ പണിതുകൊണ്ടിരിക്കുന്ന ആൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണ ചെല്ലുമ്പോൾ തന്നെ കറണ്ട് കൊണ്ട് ഫാൻ വർക്ക് ചെയ്താണ് ഈ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ അടുപ്പ് കെട്ടുപോകും. ചിലപ്പോൾ കെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ തീ ഉണ്ടാവും, ചിലപ്പോൾ കെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ തീ ഉണ്ടാവില്ല. അപ്പോൾ രണ്ടാമത് കത്തിച്ചു കൊടുക്കേണ്ടതായിരിക്കുന്ന സ്ഥിതി വരും. ഈ അരവിന്ദാക്ഷനെ ഞങ്ങൾ വാത്സല്യം കൊണ്ട് കുട്ടാ എന്നാണ് വിളിക്കണത്. അപ്പോൾ ഈ കുട്ടൻ വന്ന സമയത്ത് നിർഭാഗ്യവശാൽ കറണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഖാദരെന്ന് പറയുന്നൊരു പണിക്കാരനും ഈ കുട്ടനുണ്ടായി. അപ്പോൾ ഈ അടുപ്പിനൊരു ചെറിയ ദ്വാരം മാത്രമേ ഉള്ളൂ. ഇതിൽ തീയുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി ഖാദർ നോക്കിയിട്ട് പറഞ്ഞു തീയുണ്ട് എന്ന് പറഞ്ഞു. കുട്ടൻ നോക്കിയിട്ട് പറഞ്ഞു തീയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ 2-3 പേര് മാറി മാറി നോക്കിയപ്പോഴാണ്, കുട്ടൻ നോക്കിയപ്പോഴാണ് കറണ്ട് പിടിയെന്ന് വന്നതും ഫാൻ വർക്ക് ചെയ്തതും ഈ തീ ഇവൻ്റെ മുഖത്തേക്ക് അടിച്ചതും. ഓടിപ്പോയി മുഖം കഴുകി കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ നോക്കുമ്പോൾ തലമുടിയുടെ മുൻഭാഗവും പിരിയുമൊക്കെ ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, എന്തോ ഭഗവാൻ തോന്നിച്ചായിരിക്കാം, കണ്ണാണ്, നമ്മൾ ഒന്ന് കണ്ണിൻ്റെ ഡോക്ടറുടെ അടുത്തൊന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇവനിപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാത്രിയായി കഴിയുമ്പോൾ വല്ല കുഴപ്പം വന്നാലോ, നമ്മളുടെ അനിയനല്ലേ. അന്ന് എനിക്കൊരു ട്രക്കർ ഉണ്ടായിരുന്നു. ആ ട്രക്കറിൽ കയറിയിട്ട് തോട്ടക്കാട്ടിൽ തന്നെ കോശി ഡോക്ടർ, അദ്ദേഹം ആർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വത്സ കോശി, അത് ഐ സ്പെഷ്യലിസ്റ്റാണ്. പഴങ്ങനാട് ഹോസ്പിറ്റലിലാണ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഈ കുട്ടനെയും കൊണ്ട് ഇവരുടെ വീട്ടിൽ ചെന്നു. വൈകുന്നേരം സമയമായതുകൊണ്ട് വീട്ടിൽ ഇവർ 5 മണി കഴിഞ്ഞാൽ നോക്കണ്ടായി. വീട്ടിൽ ചെന്ന് അകത്ത് കയറി ഇവർ കണ്ണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടനോട് വെളിയിലിറങ്ങിയിരിക്കാൻ പറഞ്ഞു. കുട്ടൻ വെളിയിലിറങ്ങിയിരുന്നു കഴിഞ്ഞപ്പോൾ എന്നെയും കുട്ടൻ്റെ ചേട്ടനായിരിക്കുന്ന ശശിയും കൂടി അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കണ്ണ് രണ്ടും വെന്തുപോയി, നിങ്ങൾക്ക് കാണാൻ പാടില്ലേ കണ്ണിൽ വെള്ളപ്പീട പീട വന്ന് നിറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, അതുകൂടാതെ ഈ ട്രക്കറിലൊന്നും പോകാൻ പാടില്ല, ഗ്ലാസ് മുഴുവൻ കയറ്റിയിട്ട് കാറിൽ വേണം പോകാനായിട്ട്, ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. അപ്പം ഞാൻ വേഗം ചോദിച്ചു, ഡോക്ടറുടെ ആശുപത്രി പഴങ്ങനാടാണല്ലോ, അങ്ങോട്ട് പോയാൽ മതിയോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയാം,
ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറയാം, വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തോളും, നാളെ രാവിലെ ഞാൻ വന്നിട്ട് നോക്കിക്കോളാം, ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ട്രക്കറിൽ, അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു, ഇവൻ ഭയക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കൂടിയും പറഞ്ഞു, നിനക്ക് ഒരു ഇഞ്ചക്ഷനും മറ്റുള്ള കാര്യങ്ങളും ഒന്ന് ചെയ്യണം, അതിന് ഇവിടെ സൗകര്യമില്ല, ആശുപത്രി പോയാൽ ചെയ്താലേ പറ്റുള്ളൂ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ഇരിക്കുന്നത് പഴങ്ങനാടാണ്, അപ്പോൾ നമുക്ക് പഴങ്ങനാടേക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവനെ ഭയപ്പെടുത്താത്ത രീതിയിൽ ഞങ്ങൾ ട്രക്കർ കൊണ്ടുവന്ന് വീട്ടിലിട്ട് കാറും എടുത്ത് കാറിൽ ഗ്ലാസ്സൊക്കെ കയറ്റി പഴങ്ങനാട് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് കൊടുക്കാനും പലതുമൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ളത് കൊടുക്കാൻ നോക്കി. അപ്പോൾ ഈ കാതരെന്ന് പറയുന്ന പയ്യനും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഓണപ്പണി ആയതുകൊണ്ട് കായെല്ലാം ഒരുപാട് തൊണ്ട് കളിച്ച് ഇട്ടേക്കാണ്. ഇവനെയും ഏൽപ്പിച്ചുകൊണ്ട് ഞാനും ഈ കുട്ടൻ്റെ ചേട്ടൻ ശശിയും കൂടി വീട്ടിലേക്ക് വന്നു. രാത്രി ആവാറായി കഴിഞ്ഞപ്പോഴത്തേക്കും കാതർ, അന്ന് മൊബൈൽ ഫോണിൻ്റെ വലിയ പ്രവർത്തനമൊന്നുമില്ല, ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ശീച്ചേട്ടാ നമ്മൾ കണ്ട മെത്തേഡ് എല്ലാം മാറി, അവൻ്റെ മുഖം മുഴുവൻ നീര് വന്ന് നിറഞ്ഞു, ഇപ്പോൾ അവൻ കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് കിടന്ന് നെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ടുള്ള കാശ കൊടുത്തിട്ടുണ്ടായി. ഭക്ഷണമൊന്നും മേടിച്ചു കൊടുത്തിട്ട് അവൻ കഴിക്കാനുള്ള അവൻ നെല്ലുവിളി തന്നെയാണ്. ഇപ്പോൾ അവന് കണ്ണ് കാണാൻ പാടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ രാവിലെ എത്തിക്കോളാം, കാതരെ എങ്ങനെയെങ്കിലുമൊക്കെ മയപ്പെടുത്തി ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയുക, ഒന്നും പറയണ്ട എന്ന് പറയുകയും ചെയ്തു. കുട്ടനോട് ഞാൻ പറഞ്ഞ വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കുട്ടൻ്റെ ചേട്ടൻ ശശിയോട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ ആശുപത്രിയിൽ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാമ്പത്തികം അനുവദിക്കുന്ന രീതിയിൽ ഏത് ആശുപത്രിയിൽ പോയാലും എന്ത് ചികിത്സയും നമുക്ക് നടത്താം. അതിൽ കൂടുതൽ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഞാൻ വീട്ടിൽ രാത്രി വന്ന് കിടന്നുറക്കാൻ പോയപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, എൻ്റെ ഭഗവാനെ, ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയാലും ചികിത്സിക്കാനും ഒക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ സാമ്പത്തിക നിലയൊക്കെ അനുസരിച്ചിട്ട് സാധിക്കും. പക്ഷേ കൊച്ചു ചെറുപ്പത്തിലേ തന്നെ ഇത് നിങ്ങളുടെയാണ്, നിങ്ങൾ നോക്കിക്കോളെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മൂമ്മ വിട്ടതാണ്. കൂടാതെ എൻ്റെ കൂടെ വരാൻ തുടങ്ങിയതിന് ശേഷം സ്വാമിയുടെ പല പ്രവർത്തനങ്ങളിലും അവൻ കൊച്ചായിരിക്കുമ്പോൾ വരും, നഗരസങ്കീർത്തനത്തിലൊക്കെ വന്ന് ഭജനയൊക്കെ പാടാനുമൊക്കെ തുടങ്ങിയതാണ്. നാളെ അവന് കാഴ്ചയില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും ഭഗവാനെ എന്നോർത്തിട്ട് നാളെ ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ അവനൊരു കുഴപ്പമില്ല എന്ന് കേൾക്കണേ ഭഗവാനെ എന്നായിരുന്നു പ്രാർത്ഥന. എൻ്റെ ഭാര്യയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, ഞാൻ കണ്ണടച്ച കുട്ടൻ്റെ മുഖമാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാതെ രാത്രി മുഴുവൻ സായി ഗായത്രി ജപിച്ചുകൊണ്ടിരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും കുട്ടൻ്റെ ചേട്ടൻ ശശിയും കൂടിയും കുളിച്ച് റെഡിയായി ആശുപത്രിയിൽ ചെന്നു. ആശുപത്രി ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് പോയില്ല, ഇവനെ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മടി കാരണം. ഡോക്ടർ വന്നു കഴിയുമ്പോൾ പോകാമെന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിലൊരു ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട്, ഡോക്ടർ വരട്ടെ ശശി, നമുക്ക് ഇവിടെ ഇരുന്ന് സായി ഗായത്രി ജപിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ആശുപത്രിയിൽ ഇരുന്ന് സായി ഗായത്രിയാണ് ജപിച്ചുകൊണ്ടിരുന്നത്. നിർഭാഗ്യമെന്നോ അതേ ഭാഗ്യമെന്നോ പറയാൻ പറ്റില്ല. ദിവസവും രാവിലെ 7 മണിക്ക് വരേണ്ട ഡോക്ടർ അന്ന് എന്ത് ചെയ്തിട്ടും വരുന്നില്ല. ഏകദേശം സിസ്റ്റർമാരൊക്കെ അവിടെ നിന്ന് ഡോക്ടർക്ക് ഫോൺ ചെയ്തിട്ട് എത്തിക്കോളാം എന്ന് പറയുന്നതല്ലാതെ അവർ വരുന്നില്ല. ഉച്ചയ്ക്ക് 11:30 മണിക്കാണ് അന്നത്തെ ദിവസം ഡോക്ടർ ഹോസ്പിറ്റലിൽ വന്നത്. ആ നേരം വരെയും ഞങ്ങൾ ചായ പോലും കുടിക്കാതെ ഗായത്രി ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഗായത്രി ജപിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് ഡോക്ടർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഇന്നിപ്പോൾ വാർഡിലേക്ക് പോകാൻ നേരമില്ല, അതുകൊണ്ട് അത്യാവശ്യമുള്ളവരെയൊക്കെ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു, ഡോക്ടറുടെ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇവനെയും കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിറകെ ചെന്നു. ഞങ്ങൾ 3 പേരും കൂടി ഡോക്ടറുടെ റൂമിൽ കയറി. കണ്ണ് പരിശോധിച്ചിട്ട് ഈ വത്സാകോശി പറയാണ്, ഇന്നലെ കണ്ട പ്രശ്നങ്ങളൊന്നും കാണാനില്ല, ഇന്നലെ കണ്ട പ്രശ്നങ്ങളൊന്നും കാണാനില്ല, നിങ്ങൾക്ക് ഭയങ്കര ദൈവാധീനമുണ്ട്. അതാണ് അവർ പറഞ്ഞ വാചകം. വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഡോക്ടറെ,
2 ദിവസം കൂടി വിശ്രമിച്ചിട്ട് ഡിസ്ചാർജ് ചെയ്താലും മതി. അവന് അപ്പോഴത്തേക്ക് ഇവൻ്റെ ചേട്ടൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ പറഞ്ഞു, താൻ കരയണ്ടോ, തൻ്റെ അനിയന് യാതൊരു വിധമായ പ്രശ്നവുമില്ല, കണ്ണിന് യാതൊരു കുഴപ്പമില്ല, കണ്ണട പോലും വയ്ക്കണ്ട, ഇന്നലെ കണ്ട ഒരു പ്രശ്നങ്ങളും ഇപ്പോൾ കാണാനില്ല. ഇതാര് മാറ്റി? അതാണ് ആ അവതാര പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യം എനിക്ക് ആദ്യമായിട്ടുണ്ടായിട്ട് ഉള്ള അനുഭവം. ഇന്ന് മുഴുവൻ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ വേറെ പലതുമുണ്ട്. അതുകൊണ്ട് അവതാര പുരുഷൻ്റെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ആരാധനകളെ നമ്മൾ കുറ്റം പറയുന്നതല്ല. യഥാർത്ഥമായിരിക്കുന്ന ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾ നേടേണ്ടത് എന്താണോ ആ നേടേണ്ട പദത്തിലേക്ക് നമുക്ക് പതുക്കെ തുഴഞ്ഞു പോകാൻ പറ്റുന്നതായിരിക്കുന്ന മാർഗമാണ് അദ്ദേഹം ഉപദേശിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ലഘുവായിട്ടുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ സാധിച്ചു തരുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ഏറ്റവും മനുഷ്യജന്മത്തിൻ്റെ ഉദാത്തമായിരിക്കുന്ന ആ കരയിലേക്ക് നമ്മളെ അടുപ്പിക്കും. അതിനായിട്ടുള്ള ഒരു മാർഗമാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ശരീരം വെടിഞ്ഞു പോയതിന് ശേഷവും ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. സായിരാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.